എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ അടുത്ത് നടന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാകും? ഇത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കാരണം 41 9 അവർ തന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ 3 വർഷം കഴിഞ്ഞാൽ എന്താവും? 44 ആവും. ഇവിടെ എന്താവും? 9 3 12 ആവും. ഇത് 12ന്റെ ഇരട്ടിയാണോ 44? അല്ല. അപ്പൊ ഇതല്ല ഓപ്ഷൻ അല്ലെ, എ അല്ല ഓപ്ഷൻ. ഇനി ബി ആവുമ്പോഴോ 41 5 46 ആവും അല്ലെ. 9 5 എന്താവും? 14 ആവും. 14ന്റെ 3 ഇരട്ടിയാണോ? അല്ല അല്ലെ. അപ്പോ അതും അല്ല. ഇനി നെക്സ്റ്റ് എന്താ വരിക? 7. അപ്പൊ 41 7 എത്രയാണ്? 48. 9 7 എത്രയാണ്? 16 അല്ലെ. 16ന്റെ 3 ഇരട്ടി അല്ലേ 48. അപ്പൊ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? അതായത് എക്സ് വിദ്യാർത്ഥികളാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിന്റെ 87.5%ആണ് ജയിച്ചത്. അപ്പൊ തോറ്റത് എത്രയാവും? 100 - 87.5 അല്ലേ. അത് എത്രയാണ്? 87.5 കൂടിയ 88 ആയി. പിന്നെ 2 കൂടിയ 90 ആയി. അപ്പൊ 12.5% അല്ലെ. 12.5% എന്താ പരാജയപ്പെട്ടത്. അപ്പൊ എക്സിന്റെ 12.5% എന്ന് പറയുന്നതാണ് ഏത് കുട്ടികള്? 7 വിദ്യാർത്ഥികള്. അപ്പൊ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 7 × 100/12.5. ഇതെങ്ങനെയാ ചെയ്യാ? 7 × 100/12 125/10 അല്ലേ വരിക. അപ്പൊ ഇൻറ്റു 10 ആവില്ലേ അത്? അപ്പൊ എന്താണ് ആൻസർ വരിക? 125 25 5 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം, ഇനി ഈ 5 2 പ്രാവശ്യം. അപ്പൊ എന്താണ്? 4 2 8 8 56. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. 56 വിദ്യാർത്ഥികളിലെ 7 ആള് തോറ്റാലാണ് 12.5% വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ 5 പുരുഷന്മാരെ 78 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 5 പുരുഷന്മാരെ 78 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ ആകെ ജോലി എന്ന് പറയുന്നത് എന്താവും? 5 × 78 ആവില്ലേ? 5 × 78 ആവും. അതെത്രയാണ്? 8 5 40, 4 7 5 35 4 39 390 ആണ് ആകെ ജോലി എന്ന് പറയുന്നത് അല്ലെ. ആ 390 എത്ര ആളുകളാണ്? 5 പുരുഷന്മാരാണ് അല്ലെ. 5 പുരുഷന്മാരാണ് 390 എന്ന് പറയുന്നത് ജോലി ചെയ്തത്. അപ്പൊ 5 പുരുഷന്മാര് ചെയ്യണത് 78 ദിവസം കൊണ്ടാണെങ്കിൽ നമുക്ക് അറിയാം ആകെ ജോലി എന്ന് പറയുന്നത് 5 × 78 ആവില്ലേ 390. അപ്പൊ ഒരു പുരുഷനാണ് ചെയ്യണമെങ്കിൽ എത്ര വേണ്ടി വരും? 390 ഡേയ്സ് വേണ്ടി വരും അല്ലെ. ഇനി ഒരു സ്ത്രീയാണ് ചെയ്യണമെങ്കിൽ 12 സ്ത്രീകളാണ് വെച്ചെങ്കിൽ 78 ദിവസം വേണം. അപ്പൊ ആകെ ജോലി എത്രയാണ്? 12 × 78 ആണ് അല്ലെ. അത്രയും ദിവസം വേണ്ടി വരും അല്ലെ. 12 × 78 വേണ്ടി വരും. അതെത്രയാണ്? 12. അപ്പൊ 2 16 1 7 14 1 15 8 7 6 13 936 ഡേയ്സ്. അപ്പോ ഒരു സ്ത്രീയാണ് വെച്ചെങ്കിൽ 936 ഡേ വേണ്ടേ
936 ഡേയ്സ് വേണം. അപ്പൊ ഇനി റേറ്റ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? റേറ്റ് ഒരു പുരുഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഒരു പുരുഷനുള്ള റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5 മെന്നിനുള്ള വർക്ക് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് 5/390 ആണ് വർക്ക് റേറ്റ് അല്ലെ. 5 പുരുഷന്മാരോ എന്ന് പറഞ്ഞത്, അപ്പൊ വർക്ക് റേറ്റ് എങ്ങനെയാണ് പുരുഷന്റെ കണ്ടുപിടിക്കുക? വർക്ക് റേറ്റ് എന്ന് പറയുന്നത് 5/390 ആണ്. അത് എത്രയാണ് വരിക? 1/5. ഇവിടെ എത്ര പ്രാവശ്യം പോകും? 7 5 35, 40 8 5 40, 1/78 അല്ലെ. ഇനി വർക്ക് റേറ്റ് 12 സ്ത്രീകളുടെ വെച്ചെങ്കിലോ, 12 സ്ത്രീകളുടെ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 12/936 അല്ലെ. അത് എത്ര പ്രാവശ്യം പോകും നോക്കി നോക്കൂ. 17 84 അല്ലെ. 84 കഴിഞ്ഞ പിന്നെ എത്ര വരും? 84ഉം 9ഉം ആണ് അല്ലെ. അപ്പൊ 96 വന്ന 12 96, അപ്പൊ 1/78 തന്നെയാണ് അല്ലെ. വർക്ക് റേറ്റ് 12 വുമൺ എന്ന് പറയുന്നത്, 12 സ്ത്രീകൾ എന്ന് പറയുന്നത് 1/18 1/78 ആണ്. 5 പുരുഷന്മാരുടെ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് 1/78 ആണ്. അപ്പൊ രണ്ടാളും കൂടി പ്രവർത്തിച്ചാൽ, അതായത് 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്താവും? 1/78 പ്ലസ് 1/78 ഒരു ദിവസത്തിൽ ചെയ്യും അല്ലെ. അതായത് 2/78, അത് എത്രയാണ്? 1/39. ഒരു ദിവസം 1/39 ചെയ്ത വർക്ക് മുഴുവനാവാൻ വേണ്ടി എത്ര ദിവസം വേണം? 39 ദിവസം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് വെച്ചെങ്കിൽ നമ്മൾ ആകെ എത്ര ദിവസം വേണ്ടി വരും? ഒരു പുരുഷനാണ് വെച്ചെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഒരു സ്ത്രീ ആണ് വെച്ചെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്ന് കണക്കാക്കുക. എന്നിട്ട് വർക്ക് റേറ്റ് 5 പുരുഷന്മാരുടെ വർക്ക് റേറ്റും 12 സ്ത്രീകളുടെ വർക്ക് റേറ്റും നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് അപ്പൊ എത്രയാണ് ഒരു ദിവസത്തിൽ അവര് വർക്ക് ചെയ്യണതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ എത്ര ദിവസം വേണ്ടി വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉം ആണ്. അതിന്റെ 11ാം പദം എന്താണ്? ജോമെട്രിക് പ്രോഗ്രഷൻ GP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ nth ടേം കാണാനുള്ള വാക്യം എന്താണ്? AR⁻n−1 ആണ്. സോറി, AR⁻n−1 ആണ്. അപ്പോ എ എന്ന് പറയുന്നത് ആദ്യ പദമാണ്. A × R⁻, അതായത് കോമൺ റേഷ്യോ, R⁻n−1, അതായത് ഇതിന്റെ എന്താണ്? 5ാമത്തെ പദമാണ്, അപ്പൊ 4 ആണ് അല്ലെ. AR⁴ എന്ന് പറയുന്നത് 27 ആണ്. അടുത്തത് എന്താണ്? AR⁸ 8ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 8 - 1 എന്ന് പറഞ്ഞാൽ 7 ഈക്വൽ ടു എന്താണ്? 729 ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കണ്ടുപിടിക്കാം? 6 കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ മതി. R⁻7/R⁴ ഈക്വൽ ടു 729/27 അല്ലെ. അപ്പൊ ഇതിൽ എന്ത് വരും? 9 3 27 അല്ലെ. ഇവിടെ എന്ത് വരും? 3 ആവുമ്പോ 2 3 6, 4 3 12, 3 9. 9 ആവുമ്പോ എന്താണ്? 29 18, പിന്നെ 63 9 7 63. അപ്പൊ ARM/AN എന്ന് പറയുന്നത് ARM-n അല്ലേ. R⁻7-4 അത് എത്രയാണ്? R³ എന്ന് പറയുന്നത് എന്താണെന്ന് വന്നു? 27 ആണെന്ന് വന്നു. അപ്പൊ R എന്താവും? 3³ ആണ് 27 അല്ലെ. R എന്താവും? 3 ആവും. അപ്പൊ R നമുക്ക് കിട്ടി 3 ആണെന്ന്. ഇനി എന്താണ്? A കിട്ടണം അല്ലെ. R 3 ആണെന്ന് നമ്മൾ ഇതില് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ, R 3 ആണെന്ന് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ A നമുക്ക് കിട്ടില്ലേ? നോക്കൂ, A ഈക്വൽ ടു 27/3⁴. 3³ ആണ് 27 അല്ലെ. അപ്പൊ ഇവിടെ ഒരു 3 വരും. അപ്പൊ A എന്ന് പറയുന്നത് എന്ത് വരും? 1/3 എന്ന് വരും.
ഇനി നമുക്ക് 11ാമത്തെ പദം എഴുതണം. അപ്പൊ A11 എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു R⁻10 അല്ലെ? അത് എത്രയാണ്? A എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. ഇൻറ്റു R⁻10 എന്ന് പറയുന്നത് 3/10 ആവും അല്ലെ? അപ്പോ എന്ത് വരും? 3/9 എന്ന് വരില്ലേ? 3/9 എന്ന് പറഞ്ഞാൽ 3 9, 9 3 27, 27 3 81, 81 3 എത്രയാണ് വരിക? 81 3 എന്ന് പറഞ്ഞാൽ 243 അല്ലേ? 81 ഇൻറ്റു 3 83 24 243 ആണ്. 3/5 3/4 എത്രയാണ്? 81 ആണ്. അപ്പൊ 243 ഇൻറ്റു 81 വരും. 1 3 3, 1 4 4, 1 2 83 24 2 4 32 2 34 3 2 16 3 19. ഇവിടെ 3 എന്ന് വന്നാൽ തന്നെ നമുക്ക് ഇതാണ് ആൻസർ എന്ന് കിട്ടും. എങ്കിലും നമുക്ക് ചെയ്തു നോക്കാം. 3 8 6 പിന്നെ എന്താണ് 19 683 എന്നുള്ളതാണ് ആൻസർ. പക്ഷെ ഈ ഒരു ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. കാരണം വേറെ ഒന്നിനും 3 എന്നുള്ളത് ഒറ്റയുടെ സ്ഥാനത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? 0.004 എത്ര മടങ്ങ് വലുതാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 0.004 ഇൻറ്റു എക്സ് മടങ്ങ് എന്ന് വിചാരിക്കുക, ഈക്വൽ ടു 0.18. അപ്പൊ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 0.18 ബൈ 0.004. 0.18 നമുക്ക് എന്നിങ്ങനെ എഴുതാം? 18/100 എന്ന് എഴുതിക്കൂടെ? ബൈ 4/1000. ഈ 1000 മുകളിലേക്ക് പോവില്ലേ? അപ്പൊ ഇത് വെട്ടിക്കളയാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് എന്താവും? 18 ഇൻറ്റു 10/4 എന്നായില്ലേ? അപ്പൊ 4 2 5, ഇവിടെ എന്താവും? 9 2 18, 9 5 45. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വാട്ടർ ബോട്ടില് വാട്ടറിന് W എന്നും ബോട്ടിലിന് B എന്നും കൊടുത്തു. വാട്ടറും ബോട്ടിലും കൂടിയാൽ നമുക്ക് 15 രൂപയാണ് വരുന്നത് അല്ലെ? ഇനി എന്താ പറഞ്ഞ? വെള്ളത്തിന് കുപ്പിയേക്കാൾ, വെള്ളം എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് കുപ്പിയേക്കാൾ, അതായത് ബോട്ടിലിനേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ കുപ്പിയുടെ വില എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ബോട്ടിലിന്റെ വില B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ W എന്ന് പറയുന്നത് B+12 ആണെന്ന് ഇതിൽ കൊടുക്കുക. അപ്പൊ എന്താണ്? B+12 പ്ലസ് B ഈക്വൽ ടു 15 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 2B എന്ത് വരും? 15 - 12, അതായത് 3 എന്ന് വരില്ലേ? അപ്പൊ B എന്താണ്? 3/2. അത് എത്രയാണ്? 1.5. അപ്പൊ ഏതാണ് കുപ്പിയുടെ വില? ₹1.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? അതായത് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? കൂട്ടുപലിശ കാണാനുള്ള വാക്യം A = P × 1 + R/100 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് എന്താണ്? 6 ലക്ഷമാണ് അല്ലെ? 6 ലക്ഷം ഇൻറ്റു 1 പ്ലസ് എത്രയാണ് റേറ്റ്? 5 ആണ്. 5/100 n എന്ന് പറഞ്ഞാൽ 3. അപ്പൊ നമുക്ക് നോക്കാം. 6 ലക്ഷം ഇൻറ്റു 105/100 ഇൻറ്റു 105/100 ഇൻറ്റു 105/100 അല്ലേ? അപ്പൊ ഇവിടെ 4 0 ഇവിടുന്ന് വെട്ടിക്കളഞ്ഞു. ഇനി ഒരു 0 ഇവിടുന്ന് വെട്ടിക്കളഞ്ഞു. ഇനി എന്താണ്? ഇവിടെ ഈരഞ്ച് 10 ആണ് അല്ലെ? ഇവിടെ എന്താണ്? ഈരഞ്ച് 10ഉം ഓരഞ്ച് 5ഉം. ഇവിടെ 3 പ്രാവശ്യം അല്ലെ? 21 × 3 എത്രയാണ്? 1 3 3 2 3 6 63. 105 × 105 എങ്ങനെയാ കണ്ടുപിടിക്കുക വേഗത്തില്? 100 + 5 ഹോൾ സ്ക്വയർ ആണ്. അത് എത്രയാണ്? 100ഉം പിന്നെ 2 0 പ്ലസ്
2 × 5 10, 10 ഇൻറ്റു 2 പൂജ്യം കൂടിയും അല്ലേ, പ്ലസ് 25. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഞാനിത് ചെയ്യണത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. 5 0 1 1 11,025 11,025 ഇൻറ്റു 63 കൂടി വേണം. 11,025 ഇൻറ്റു 63. 5 15 1 2 6 1 7 0 3 3 6 10 6 30 3 6 12 3 15 1 ഒരാറ് 6 ഒരാറ് 6. കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റിണ്ടേ. ശരി തന്നെ അല്ലേ. 5 7 5 4 9 6. അപ്പൊ എത്രയാണ് വരിക? 6,94,575. ഇത് തന്നെയാണ് ആൻസർ. ഇനി ഇതല്ലാണ്ട് വേറൊരു വഴിയുണ്ട്. എങ്ങനെയാണ്? ആദ്യത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 6,00,000ന്റെ 5% അല്ലെ ആദ്യത്തെ പലിശ. അപ്പൊ പലിശ എത്ര വരും? 30,000 രൂപ വരും അല്ലെ. അപ്പൊ 3 കൊല്ലം ഈ 30,000 എന്തായാലും വരില്ലേ. അപ്പൊ നമുക്ക് 90,000 എന്തായാലും പലിശ നിരക്കിൽ വരും. പിന്നെ എന്താണ്? കൂട്ടുപലിശയാണ്. അപ്പൊ ഈ 30,000ത്തിന്റെ ഇനി ഇതിൽ കൂടെ കൂട്ടണം, രണ്ടാമത്തെ വർഷത്തിൽ കൂട്ടണം. 30,000ത്തിന്റെ 5%. അതെത്രയാണ്? 1,500 അല്ലെ. ഇനി അടുത്ത കൊല്ലം എന്താണ്? ഈ 1,500 വരും. പിന്നെ എന്ത് വരും? പിന്നെ അതിന്റെ ഒരു 31,500ന്റെ എത്ര ശതമാനം കൂടി വരും? 5% കൂടി വരും. അപ്പൊ അങ്ങനെ കൂട്ടിയാലും നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയായ ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? അതായത് ഈ 5.25 മീറ്റർ എന്ന് പറയുന്നത് 525 സെന്റിമീറ്റർ അല്ലേ, ഇത് 510 സെന്റിമീറ്ററും അല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചതുര ടൈല് സമചതുര ടൈല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ കാണണം? HCF കാണണം. HCF ഇതിന്റെ രണ്ടിന്റെയും HCF കാണുക. 525ന്റെയും 510ന്റെയും. അപ്പൊ എന്ത് പോവും? 5 പോവും അല്ലെ. ഓരഞ്ച് 5 5 25. ഇവിടെ എന്താവും? ഓരഞ്ച് 5 ഈരഞ്ച് 10. ഇനി 3 പോവില്ലേ? 3 9 15ല് 3 15. ഇവിടെ എന്താവും? 3 9 12ല് 4 3 12. 35ലും 34ലും പിന്നെ എന്തെങ്കിലും പോവോ? ഇല്ല. അപ്പൊ 5ഉം 3ഉം ആണ്. 5 × 3 15 അതിന്റെ HCF. HCF 15. അപ്പൊ നമുക്ക് 15 ഒരു സൈഡിന്റെ 15 സെന്റിമീറ്റർ ആണ് ടൈലിന്റെ ഒരു സൈഡ്. അപ്പൊ രണ്ട് സൈഡ് അതായത് സ്ക്വയർ ആണ് വെച്ചെങ്കിൽ സമചതുരാകൃതിയാണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? 15 × 15 വരും അല്ലെ. അപ്പൊ 525 × 510 അല്ലേ ആകെ വിസ്തീർണം. ഡിവൈഡഡ് ബൈ 15 × 15 ചെയ്യണം. അപ്പൊ 525/15 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും? 35 വരും അല്ലെ. ഇവിടുന്ന് നമുക്ക് അറിയാം 525/15 എന്ന് പറഞ്ഞാൽ 35 ആണെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് 35 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 34 വരും. 35 × 34 കണ്ട നമുക്ക് ആൻസർ ആയി. 4 5 20 2 3 4 12 2 14 3 5 15 1 3 9 1 10 0 9 1 1 1190 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. X നിരയും Y വരിയുമാണെങ്കിൽ, X വരിയും Y നിരയുമാണെങ്കിൽ
ഇത് വരി, ഇത് നിര. അപ്പോ എന്താണ്, ഓരോ വരിയിലും 3 കുട്ടികൾ കുറഞ്ഞ x - 3 ആയി അല്ലെ. ഒരു വരി കുറവായിരിക്കും, അപ്പൊ y - 1 ആവും. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആകെ കുട്ടികൾ അല്ലെ. അതെന്ന് പറയുന്നത് xy അല്ലേ. അപ്പൊ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് 3y പ്ലസ് 3 ഈക്വൽ ടു എക്സ് വൈ എന്ന് വന്നു. ഈ എക്സ് വൈയും വെട്ടിക്കളയില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3 എന്ന് വന്നു. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ, ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, സോറി, ഇതില് 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 എന്ന് എഴുതണം കേട്ടോ. അതില് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3. അപ്പൊ എന്ത് കുറവാവും, ഒരു വരി കുറവാവും. അപ്പൊ y - 1. അപ്പൊ ഇവിടെ എന്ത് വരും, എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് 3y പ്ലസ് 3y മൈനസ് 3. ഇവിടെ മൈനസ് വരും. അപ്പൊ നമുക്ക് ഇതിലൊരു ചേഞ്ച് വരും. എന്താണ്, എക്സ് മൈനസ് അല്ലെങ്കിൽ മൈനസ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3. മൈനസ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3. പറഞ്ഞ ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് പറയും, എക്സ് മൈനസ് 3 ഇൻറ്റു വൈയിൽ എന്താ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പൊ y പ്ലസ് 2 ആവും. ഈക്വൽ ടു എക്സ് വൈ തന്നെയാണ് അല്ലെ. അപ്പൊ എക്സ് വൈ പ്ലസ് 2x മൈനസ് 3y മൈനസ് 6 ഈക്വൽ ടു എക്സ് വൈ എന്ന് വന്നോ. ഈ എക്സ് വൈ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരും, 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്ന് വന്നു അല്ലെ. ഇവിടെ എന്ത് വന്നു, മൈനസ് എക്സ് പ്ലസ് 3y. ഇത് രണ്ടും കൂടി കൂട്ടിയ y ടേം പോവില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും, എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും, 9 എന്ന് വരും. അപ്പൊ എക്സ് 9 ആണ് വെച്ചെങ്കിൽ y നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. y എന്താവും, y ഈക്വൽ ടു 3 പ്ലസ് 9 ബൈ 3, അതായത് 12/3 4. എക്സ് 9ഉം y 4 ആണ് വെച്ചെങ്കിൽ എക്സ് വൈ, അതായത് ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം വരി നിരയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലേ. അതായത് 9 ഇൻറ്റു 4 36 കുട്ടികളാണ് ആകെയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൺപത്തഞ്ച് ഇൻറ്റു 87 ഇൻറ്റു 89 ഇൻറ്റു 91 ഇൻറ്റു 95 ഇൻറ്റു 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? നോക്കൂ, ഇവിടെ വരുമ്പോ 85 എന്ന് പറയുമ്പോ എന്ത് വരും, 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോ ഓരഞ്ച് 5, 7 35, 17 ഇൻറ്റു 5 ആണ് അല്ലെ. ഇനി ഇവിടെ 96നെ നമുക്ക് എങ്ങനെ എഴുതാം, 96 2, അപ്പൊ 4 2 8, 2 16. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 24 എന്ന് എഴുതാൻ പറ്റില്ലേ. അപ്പൊ 2 പ്രാവശ്യം ഉണ്ട് അല്ലെ. ഇവിടെ 95ലും ഒരു പ്രാവശ്യം 5 എടുത്തു കഴിഞ്ഞാൽ 95 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ ഓരഞ്ച് 5, 45ല് 9 5 45 അല്ലെ. അപ്പൊ 5 ഇൻറ്റു 19 അല്ലേ. ഇനി 5 വരുമോ, ഇല്ല. അപ്പൊ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 5 ഇൻറ്റു 2 10 അല്ലേ. 10 ഇൻറ്റു 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 10 100 വരും എന്തായാലും അല്ലെ. അപ്പൊ 100 കൊണ്ട് നിശേഷം ഹരിക്കുമ്പോ എന്ത് വരും, 100 ഇൻറ്റു 100 വന്നാൽ നമുക്ക് എന്തായാലും അവസാനത്തെ 2 അക്കങ്ങൾ എന്താണ്, 0 0 ആവും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് വരും, ശിഷ്ടം എന്താണ് വരിക, 0 ആണ് വരിക. അപ്പൊ മനസ്സിലായില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABCDEF എന്നീ 2 മൂന്നക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്ത
മായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ എ ബി സി പ്ലസ് ഡി എഫ് ഈക്വൽ ടു 1111 എങ്കിൽ എ പ്ലസ് ബി പ്ലസ്, നോക്കൂ, എ ബി സി ഒരു മൂന്നക്ക സംഖ്യയാണ്. പ്ലസ് ഡി ഇ എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 1 11 എന്നുള്ളതാണ്. അപ്പൊ സിയും എഫും കൂടി കൂട്ടിയ നമുക്ക് നോൺ സീറോ ആണെന്ന് തന്നിട്ടുണ്ട്, പൂജ്യമല്ലാത്ത അക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ ഒരെണ്ണം പോലും സീറോ ആവാൻ പാടില്ല. അപ്പൊ 0 പ്ലസ് 1 ആകുമ്പോഴാണ് 1 കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ക്യാരി ഓവർ വേണം അല്ലെ. 6ഉം 5ഉം 11, അപ്പൊ 1 ക്യാരി ഓവർ വേണം അല്ലെ. അപ്പോഴാണ് ഈ സിയും എഫും കിട്ടുക. അപ്പൊ സിയും എഫ് എന്തായിട്ട് വരും, സി പ്ലസ് എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, 11 ആയിട്ട് വരും അല്ലെ. ഇനി ബി പ്ലസ് ഇ അപ്പൊ എന്തായിട്ട് വരും, 1 മൈനസ് ചെയ്താ പിന്നെ ഇവിടെ എന്തുണ്ടാവും, 10 ഉണ്ടാവും അല്ലെ. അപ്പൊ ബി പ്ലസ് ഇ എന്താവണം, 10 ആവണം അല്ലെ. ഇനി അപ്പൊ ഇവിടെ 1 ക്യാരി ഓവർ പിന്നെയും വരില്ലേ, അതായത് 1 വരില്ല. ബി പ്ലസ് ഇ എന്ന് പറയുന്നത് 1 വരാൻ സാധ്യതയില്ല. അപ്പൊ 11 വരേണ്ടത്. അപ്പൊ 11ന് 1 ക്യാരി ഓവർ വേണം. അപ്പൊ എ പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താവണം, 10 ആവണം അല്ലെ. അപ്പൊ വ്യത്യസ്ത സംഖ്യകള്. അപ്പൊ ഇനി അവര് ചോദിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ്, ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താവും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 10ഉം 10ഉം 20ഉം 10ഉം 30ഉം 1ഉം 31. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൃത്യമായി ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? അതായത് 8 മണി എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 2ലേക്ക് വരുമ്പോ എത്ര ഡിഗ്രി കറങ്ങണു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 8 കഴിഞ്ഞ 9, 10, 11, പിന്നെ 12, 1, 2. അപ്പൊ എത്ര ഇടകൾ ഉണ്ട് നോക്കൂ, 1 2 3 4 5 6 ഇട ഉണ്ട്. ഓരോ ഇടയ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്നതാണ്, ഓരോ ഇടയിലും 30 ഡിഗ്രി ആണ്. അപ്പൊ 6 ഇട നീങ്ങിയ എത്ര ഡിഗ്രി ആവും, 6 × 30 180 ഡിഗ്രി ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? അതായത് 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് അല്ലെ, 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 5ലേക്ക്. അപ്പൊ എത്ര ഇടകളാണ് വരുന്നത്? 4 ഇടകളാണ് വരുന്നത്. അപ്പൊ 4 ഇടകൾക്ക് 5 മണി 8 സെക്കൻഡ് ആണ് അല്ലെ. 4 ഇടകൾക്ക് 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരിടയ്ക്ക് എത്ര വരും, 8/4 2 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ 10 മണി എന്ന് പറഞ്ഞാൽ എത്ര ഇടയാണ് വരുന്നത്, 9 ഇടകളാണ് വരുന്നത്. അപ്പൊ 9 ഇടയ്ക്ക് എത്ര സെക്കൻഡ് എടുക്കും, 9 × 2, അത് എത്രയാണ്, 18. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട്? ആദ്യത്തിൽ നിന്നും അവസാനത്തു നിന്നുമുള്ള റാങ്ക് തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുക, -1 പറയുക. എന്തുകൊണ്ടാണ് -1 പറയുന്നത്? ഒരേ വ്യക്തിയെ തന്നെയാണ് ഇവിടെ നിന്നും ഇവിടെ നിന്നും പറയണത് അല്ലെ. അപ്പൊ 2 പ്രാവശ്യം അത് പറയണില്ലേ, അതുകൊണ്ടാണ് 1 മൈനസ് ചെയ്യണത്. അപ്പൊ 9 + 9 എത്രയാണ്, 18. 18 - 1 എത്രയാണ്, 17 പേരാണ് അപ്പൊ ആ ക്യൂവില് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? അതായത് 8 എവിടെയൊക്കെ വരിക, 8ൽ വരും, 18ൽ വരും, 28ൽ വരും, 38ൽ വരും, 48ൽ വരും, 58ൽ വരും, 68ൽ വരും, 78ൽ വരും, പിന്നെ 80 തൊട്ട് ഏത് വരെയുള്ളതിൽ വരും, 89 വരെയുള്ളതിൽ വരും അല്ലെ, പിന്നെ 98ലും വരും. പക്ഷേ ഇവിടെ 80 തൊട്ട് 89 വരെ എന്ന് പറയും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം. 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട് അല്ലെ, 9 എണ്ണം വരും. ഇനി 80 തൊട്ട് 89 വരെ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും, 10 എണ്ണം വരും അല്ലെ. 80 81 82 83 84 85 86 87 88 89 10 എണ്ണം വരും. പക്ഷെ 88ല് എത്ര പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും. അപ്പൊ 10 1 11 പ്രാവശ്യം വരും 8 ഈ 80 തൊട്ട് 89 വരെയുള്ളതിൽ. അപ്പൊ 11ഉം
പിന്നെ ആദ്യം കൂട്ടിയ 9ഉം. അപ്പൊ 11ഉം 9ഉം എത്രയാണ്? 20. അപ്പൊ 20 പ്രാവശ്യമാണ് ആവർത്തിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ അത് ചിലപ്പോൾ നമ്മൾക്കത് ഓർമ്മ വരില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കാരണം ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കില്ല. കുറേ സംഖ്യകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കും. പക്ഷെ ഇത് എന്താണ്? സിമ്പിളാണ്. കൂട്ടിയാൽ മതി. 5 3 8 2 10, 6 3 9 1 10, 5 2 7 3 10, 6 4 10, 4 2 6 3 ഇത് 9 ആണ്. ഇത് എന്താണ്? 6 4 10 ആണ്. 4 4 8 2 10 ആണ്. അപ്പൊ ഇതിലെ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? 324 ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടാങ്കിന്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? എക്സ് ആണ് ടാങ്കിലുള്ള വെള്ളമെങ്കിൽ അതിന്റെ 1/4 എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 135 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താവും? 135 × 4 ആവില്ലേ? അപ്പൊ 4 5 20, 2 4 3 12 2 14 1 540. 540 ലിറ്റർ ആണ് ആകെ വെള്ളം കൊള്ളുക. അപ്പൊ 180 ലിറ്റർ ഉണ്ട് എങ്കിൽ എത്ര ഭാഗമാണെന്ന് എങ്ങനെയാ കാണുക? 180 ഡിവൈഡഡ് ബൈ എത്രയിലാണ്? 540 അല്ലെ? അപ്പൊ എന്താണ് വരിക? 29 18, ഇത് എന്താണ്? 9 6 54 അല്ലെ? ഇവിടെ 3. അപ്പൊ എന്താണ് വരിക? 1/3 ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1 6 13 24 41 ഡാഷ്. 1ഉം 5ഉം അല്ലേ 6? 6ഉം പിന്നെ എന്താണ്? 6ഉം 7ഉം ആണ് 13 അല്ലെ? 13ഉം 11ഉം ആണ് 24. 24ഉം പിന്നെ എന്താണ്? 24ഉം 6ഉം 30, അപ്പൊ 7 17ഉം ആണ് അല്ലെ? അപ്പൊ ഇത് എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കി നോക്കൂ. ഇത് എങ്ങനെയാണ് പറഞ്ഞത്? അതായത് 5 കൂട്ടുക എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 4 അല്ലേ? 7 കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 3 അല്ലേ? 11 കൂട്ടുക എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 2 അല്ലേ? 17 കൂട്ടുക എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഇതിൽ നോക്കി നോക്കൂ. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അടുത്തത് എന്ത് വരും? 5 സ്ക്വയർ വരും. ഇനി കൂട്ടണത് എങ്ങനെയാണ്? 4 അതിന്ന് 1 കുറച്ച് 3, 3ന്ന് 1 കുറച്ച് 2, 2ന്ന് 1 കുറച്ച് 1. അപ്പൊ ഇനി അടുത്തത് കൂട്ടേണ്ടത് 0. അപ്പൊ 5 സ്ക്വയർ 25 കൂട്ടിയാൽ മതി. അപ്പൊ 41ന്റെ കൂടെ 25 കൂട്ടുക. അപ്പൊ എത്രയാണ് വരിക? 66. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.